തെരുവുനായ ഭീതി ചൂണ്ടൽ പഞ്ചായത്തിൽ പ്രത്യേക യോഗം വിളിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ അംഗങ്ങൾ. ഗ്രാമപഞ്ചായത്തിൽ ദിനംപ്രതി രൂക്ഷമാകുന്ന തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുവാനായി പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രത്യേക യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് വിഷയം വിശദമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകി. കേരള പഞ്ചായത്ത് രാജ് ചട്ടം 1994 സെക്ഷൻ 161(4) പ്രകാരമാണ് പ്രതിപക്ഷാംഗങ്ങളായ ടി.ഒ. സെബി, കെ.എൽ. പോൾസൺ, ജെസി ജോസഫ്, റസിയ അലി, അനുഷ ഷാഫർ, ഷൈസിന ജിംഷാദ്, അനീഷ് ആന്റണി എന്നിവർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയത്. സമീപ ദിവസങ്ങളിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് കടിയേറ്റതിനെ തുടർന്ന് ചൂണ്ടൽ UP സ്കൂൾ 2 ദിവസത്തേക്ക് അടച്ചിടേണ്ട സാഹചര്യമുണ്ടായിരുന്നുവെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇതേ തുടർന്ന് ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വിഷയത്തെക്കുറിച്ച് ചർച്ച നടന്നെങ്കിലും ശാശ്വത പരിഹാരത്തിനുള്ള യാതൊരു തീരുമാനവും കൈക്കൊണ്ടില്ലെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ടി.ഒ. സെബി ആരോപിച്ചു. കഴിഞ്ഞ ദിവസം തലക്കോട്ടുകരയിലെ അംഗൻവാടിയിൽ തെരുവുനായ പ്രസവിച്ചതിനെ തുടർന്ന് പട്ടിയെയും കുട്ടികളെയും താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. പഞ്ചായത്തിന്റെ പരിധിയിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും തെരുവുനായ ശല്യത്തെക്കുറിച്ചും വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ചും നിരവധി പരാതികൾ പഞ്ചായത്തിന് ലഭിച്ചിട്ടും തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനും അവയുടെ പ്രജനനം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ വ്യക്തമാക്കി. നിരന്തരം വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരം കാണാൻ ഇന്നുവരെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ചൂണ്ടൽ വിദ്യാർത്ഥിക്ക് കടിയേറ്റതുമായി ബന്ധപ്പെട്ട് 2 ദിവസം ഗവൺമെൻറ് സ്കൂൾ അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പഞ്ചായത്ത് യോഗം ചേർന്നുവെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം തലക്കോട്ടുകര അംഗൻവാടിയിലും പട്ടി പ്രസവിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെയെല്ലാം താൽക്കാലികമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന ഒരു സംവിധാനമാണ് പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൂതന പരിഹാരം കാണുന്നതിനുള്ള സമഗ്രമായ വികസന പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സുരക്ഷയും നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണപക്ഷവും തുടരുന്ന നിസ്സംഗത അവസാനിപ്പിച്ച് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും തെരുവുനായ ഭീഷണിക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായ പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കുന്നതിനായി പ്രത്യേക പഞ്ചായത്ത് യോഗം വിളിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെട്ടാണ് UDF അംഗങ്ങൾ നോട്ടീസ് നൽകിയത്.